ലോകമെമ്പാടും ഇരുന്ന് ഗുഡ്നസ് ടി വിയിലൂടെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പര കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിൽ മനുഷ്യബന്ധങ്ങളെയും മനുഷ്യ ദൈവ ബന്ധത്തെയും ഉപമയിലൂടെ അവതരിപ്പിക്കുന്ന കർത്താവിൻ്റെ ഈ വാക്കുകളെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് കേവലം സൃഷ്ടിയായ മനുഷ്യനെ സുഹൃത്തായി കരുതുന്ന സൃഷ്ടാവിനെയാണ് മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള സ്നേഹബന്ധത്തിലൂടെ യോഹന്നാൻ സുവിശേഷകൻ ഒരു വാങ്മയ ചിത്രം പോലെ വരച്ചു വച്ചിരിക്കുന്നത് എന്നതാണ്. സൗഹൃദം എന്നത് സഹവർത്തിത്വത്തെയും തുറവിയെയും സൂചിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. പരസ്പരം ജീവിത രഹസ്യങ്ങൾ കൈമാറുന്ന ഒരു സുഹൃത്ത് ബന്ധമായി ഈശോയോടുള്ള സ്നേഹത്തെ ശിഷ്യൻ വളർത്തിയെടുക്കണമെന്ന് തിരുസഭാ മാതാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബന്ധമായി പോകരുത്. എപ്പോഴും നമുക്ക് ആവേശത്തോടുകൂടെ യേശുവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ സാധിക്കുന്നവരാകണം. അതെപ്പോഴാണ് സാധിക്കുക? ചില ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ചില വ്യക്തികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? അവരുടെ സാന്നിധ്യം തന്നെയും നമുക്ക് നല്ലൊരു ഊർജം പകരുന്നു എന്ന് ചിലരെക്കുറിച്ചൊക്കെ പറയാറില്ലേ? എന്നാൽ മറ്റു ചിലരെക്കുറിച്ച് നമ്മൾ നേരെ ഓപ്പോസിറ്റും പറയാറുണ്ട് ഇല്ലേ? ചിലരെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയി പോകുന്നു എന്നുള്ളതാണ്. എന്താ കാരണം? അല്പം കൂടെ ഡൈനമിക്കായി സ്നേഹബന്ധങ്ങളിൽ ഇടപെടാൻ വേണ്ടി സാധിക്കുക. കേവലം വൈകാരിക തലങ്ങളിൽ മാത്രമല്ല, മറിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും വിധം സൗഹൃദങ്ങൾ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകണം. വിവാഹബന്ധത്തിലും ഈ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറ്റണം. അപ്രകാരം സുഹൃത്തുക്കളെ പോലെ ജീവിക്കാൻ പറ്റുക. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള കാര്യമുണ്ട്. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെ നടക്കുന്നത്, അവർ സംസാരിക്കുന്നത്, ഇടപഴകുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ അമ്മച്ചി പറയാണ്, ഞങ്ങളുടെ ഒന്നും കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല. ഭർത്താവിനെ, കെട്ടിയോനെ അല്പം അകലത്തിൽ നിന്നുകൊണ്ട് മാത്രം കാണുന്ന ഒരു സ്ത്രീയെ പോലെ കണ്ടിരുന്ന എൻ്റെ അമ്മച്ചി എൻ്റെ ചേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ചേട്ടനും ചേച്ചിയും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ പറയാണ്, അവരെ കണ്ടു കഴിയുമ്പോൾ കൂട്ടുകാരെ പോലെ എനിക്ക് തോന്നുന്നേ. ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് അതിൽ സന്തോഷമില്ലേ? അപ്പം അമ്മച്ചി സന്തോഷമാണ്. അവരങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുക. ഞാൻ പറയാം, അതാണ് വിവാഹത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. തിരുസഭാ മാതാവ് സ്വപ്നം കാണുന്നു അത് തന്നെയാണ്. എല്ലാ പണികളിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നു. അത് തുണി അലക്കുന്ന കാര്യങ്ങളിലാകട്ടെ, അതുമല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാകട്ടെ, മുറികൾ ഒരുക്കുന്ന കാര്യങ്ങളിലാകട്ടെ, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരനുഭവം. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഒരുപക്ഷെ ഒരു ജനറേഷൻ മുമ്പ് നിങ്ങളുടെയൊക്കെ തലമുറ ജീവിച്ചിരുന്ന കാലത്തിൽ, ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ, ആ സമയത്തൊക്കെ ഒരുപക്ഷെ കുടുംബനാഥൻ ഭർത്താവാണ് ദ ഏണിംഗ് പേഴ്സൺ ഇൻ ദ ഫാമിലി. ഒരുപക്ഷെ ജോലിയുള്ളത് അല്ലെ പണിക്ക് പോകുന്ന തൊഴിലുള്ളത് കുടുംബനാഥന്, ഭർത്താവിനാണ്. ഭാര്യ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, ഹൗസ് വൈഫ് എന്ന് വിളിക്കും. കുടുംബജോലി എന്താ, പണിയല്ലേ എന്നൊക്കെ ചില ഫെമിനിസ്റ്റുകളൊക്കെ ഒരുപക്ഷെ ചോദിച്ച് പുറകെ വന്നേക്കാം. ആണ് കേട്ടോ, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഏണിംഗ് മെമ്പർ എന്ന് പറയുമ്പോൾ ശമ്പളം കിട്ടുന്ന, കൂലി കിട്ടുന്ന, ഒരു ജോലിക്ക് വേണ്ടി പുറത്തു പോകുന്ന ആള് കുടുംബത്തിലെ ഭർത്താവായിരുന്നു, കുടുംബനാഥനായിരുന്നു. അല്ലെങ്കിൽ സാധാരണ പറഞ്ഞ കുട്ടികളുടെ അപ്പനാ പോകുന്നേ. ആരാ പറയുന്നത്? ഭാര്യയാ പറയുന്നത്. കുട്ടികളുടെ അപ്പനാ. നിന്റെ ആരാ? കെട്ടിയവനാ.
അപ്പോൾ ഇപ്രകാരം അന്ന് ഒരു കൈ അകലത്തിലായിരുന്നു എങ്കിൽ, അതുകൊണ്ട് തന്നെയും ബന്ധങ്ങളിലൊന്നും ഇന്നുള്ളതുപോലുള്ള ഊഷ്മളത ഒരു പക്ഷേ അനുഭവിച്ചറിയാൻ സാധിച്ചിരുന്നില്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് അമ്മച്ചി അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. ശരിയല്ലേ? പ്രായമായ മാതാപിതാക്കന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഇന്ന് കാണുന്ന യുവമിഥുനങ്ങളെ പോലെ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ച് നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഇടയ്ക്ക് സിനിമയ്ക്ക് പോകുന്നു, ഇടയ്ക്ക് പിക്നിക്കിന് വേണ്ടി, ഔട്ടിങ്ങിന് വേണ്ടി പോകുന്നു. അവരുടേതായ സന്തോഷത്തിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തുന്നു. നല്ല കാര്യം, അങ്ങനെയൊക്കെ ജീവിക്കണം കേട്ടോ. സാധാരണ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, അടിപൊളിയാണോ അല്ലെ, അടിപൊളിയാണോ എന്ന് ചോദിക്കാറുണ്ട്. അടിപൊളിയായിട്ട് ജീവിക്കണം നമ്മൾ. സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വിവാഹബന്ധത്തിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാവും. കുറേ നാൾ വലിയ കുഴപ്പമില്ലാതൊക്കെ പോവുക ആദ്യ നാളുകളിൽ. അതിനെയല്ലേ ഹണിമൂൺ എന്ന് വിളിക്കുന്നത് അല്ലേ? ഹണിമൂൺ. അപ്രകാരമുള്ള നല്ല സമയങ്ങൾ നമുക്ക് ഇനിയും ആവർത്തിക്കാൻ സാധിക്കണം. ഭാര്യാഭർത്തൃബന്ധം ജീവിച്ചിരിക്കുന്നത്രയും കാലം ഒരു ഹണിമൂൺ സീസൺ ആകണം. അത് കേവലം ആദ്യത്തെ 1, 2, 3, 4, 5 മാസങ്ങൾ മാത്രം നീണ്ടു നിൽക്കേണ്ട ഒരു കാര്യമല്ല. ഏതാനും വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കേണ്ടുന്ന ഒരു കാര്യമല്ല. മക്കൾ ഉണ്ടാകുന്നത് വരെയും മാത്രം നീണ്ടു നിൽക്കേണ്ട ഒരു കാര്യമല്ല. ജീവിതകാലം മുഴുവൻ ഈ ഹണിമൂൺ അനുഭവിക്കാൻ വേണ്ടി സാധിക്കണം. അപ്രകാരമുള്ള സൗഹൃദത്തിലേക്ക് വളരുക എന്നുള്ളതാണ് സഹോദരങ്ങളെ തിരുസഭാ മാതാവ് വിവാഹമെന്ന കുദാശയിലൂടെ ഭാര്യയോടും ഭർത്താവിനോടും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹൃദയ രഹസ്യങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും താല്പര്യങ്ങളും പ്ലാനുകളും എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു ജീവിത പങ്കാളിത്തമാണ് ഈശോ ശിഷ്യന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എത്ര കാര്യങ്ങളാണെന്നറിയാവോ? ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നവരാകണം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് മാത്രമായി ഇനി രഹസ്യങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ. ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ ഭാര്യയുടെയും രഹസ്യമായി മാറണം. അത് പരസ്പരമുള്ള ഷെയറിങ്ങിലൂടെയാണ് നടക്കുന്നത് കേട്ടോ. സംസാരിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം. ജോലി ഭാരം ഒത്തിരിയേറെയുണ്ട്. ഓഫീസിൽ നിന്ന് തളർന്നാണ് വീട്ടിലേക്ക് വരുന്നത്, ശരിയായിരിക്കാം. പക്ഷെ ഭാര്യയോട് ഭർത്താവിനോട് സംസാരിക്കാൻ ക്വാളിറ്റി ടൈം കണ്ടെത്തണം. മക്കളോടും ആ സംസാരം ഉണ്ടാകണം. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമായി അവരുടെ സ്വകാര്യമായ നിമിഷങ്ങൾ ഉണ്ടാകണം. ഇത് ആവശ്യമാണ്. അപ്രകാരം സൗഹൃദം വളർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. പ്രണയം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? വിവാഹത്തിന് മുൻപേയുള്ള പ്രണയത്തേക്കാൾ വിവാഹശേഷം പ്രണയം ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഭാര്യയോടുള്ള പ്രണയത്തെക്കുറിച്ചാണ്, ഭർത്താവിനോടുള്ള പ്രണയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മൂന്നാമതൊരാളെക്കുറിച്ച് ആലോചിച്ചെങ്കിൽ അതെൻ്റെ കുറ്റമല്ല, നിൻ്റെ കുറ്റമാണ്. ഭാര്യയോട് ഭർത്താവിനോട് പ്രണയമുണ്ടാകണം. എല്ലാറ്റിനോടും അടങ്ങാത്തൊരു അഭിനിവേശം ഉണ്ടാവുക എന്നൊക്കെ പറയല്ലേ? അപ്രകാരം തീവ്രമായ ഒരു സ്നേഹത്തിൽ, വൈകാരികതയുള്ള സ്നേഹം തന്നെ ആയിക്കോട്ടെ, അപ്രകാരം വളരാൻ വേണ്ടി സാധിക്കുക. ഭർത്താവ് ഒരല്പം വരാൻ വൈകിയാൽ മനസ്സ് വേദനിക്കുന്ന ഭാര്യയ്ക്ക് എന്തെങ്കിലും അവശതയുണ്ടെന്ന് ഓഫീസിലിരുന്ന് കേട്ടാൽ മനസ്സ് വിങ്ങുന്ന ഭർത്താവ്. ഇത് കേവലം ആദ്യ നാളുകളിൽ മാത്രം ഉണ്ടാകേണ്ടുന്ന ഒരു മനസ്സിൻ്റെ വിങ്ങലല്ല കേട്ടോ. ജീവിതകാലം മുഴുവൻ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കണം. അപ്രകാരമുള്ള ഒരു ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ബന്ധത്തെക്കുറിച്ചാണ് യേശു കർത്താവ് മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി പറ്റണം, സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി പറ്റണം. സാധാരണ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ ഇരട്ടിയാകും, സങ്കടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പകുതിയാകും. കേട്ടിട്ടുണ്ടാകും നിങ്ങൾ? അങ്ങനെ ആകണം.
അതൊരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, പരസ്പരം ആത്മസമർപ്പണം ചെയ്യുന്ന ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒന്നാണ്. സന്തോഷങ്ങളും സങ്കടങ്ങളും ഒരുപോലെ പങ്കുവെക്കാൻ പറ്റുക. നിന്റെ താല്പര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിത പങ്കാളിയോട് മനസ്സു തുറന്ന് പറയാൻ പറ്റുക. അപ്രകാരമുള്ള ഒരു ഇഴയടുപ്പമുള്ള ബന്ധം വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുക. നിന്റെ പ്ലാനുകൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. ആദ്യം ആരോടാ നിന്റെ പ്ലാൻ നീ പങ്കുവയ്ക്കുന്നേ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിന്റെ കൂട്ടുകാരോടാണോ? കൂട്ടുകാർ അനവധി പേര് കാണുമായിരിക്കും കേട്ടോ പുറത്ത്. പക്ഷേ നിന്റെ പ്ലാൻ ആദ്യം കേൾക്കേണ്ടത് നിന്റെ ഭാര്യയാണ്, നിന്റെ ഭർത്താവാണ്. കാരണം നീ ഒറ്റയ്ക്കല്ല, നിങ്ങൾ രണ്ടാണെങ്കിലും നിങ്ങൾ ഒരുമിച്ചാണ്. അതുകൊണ്ട് നീ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ നിന്റെ ഭാര്യയുടെ, നിന്റെ ഭർത്താവിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട. ഇങ്ങനെ എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു പങ്കാളിത്ത ജീവിതമാണ്. ഇതാണ് ഈശോയും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യർക്ക് മനസ്സിലാകും വിധം ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് എന്നതുപോലെ യോഹന്നാൻ 15-ാം അധ്യായത്തിലൂടെ വരച്ചു വയ്ക്കുന്നത്. ശിഷ്യരുമായി പങ്കുവയ്ക്കാത്ത ഒരു രഹസ്യവും ഈശോയ്ക്കില്ലെങ്കിൽ, ഈശോയുമായി പങ്കുവയ്ക്കാത്ത ഒരു രഹസ്യവും ശിഷ്യന്മാർക്കും ഉണ്ടാകാൻ പാടില്ല. ശരിയല്ലേ? പരസ്പരം രഹസ്യങ്ങളില്ലാത്ത, പരസ്പരം അറിയുന്ന, തുറന്ന പുസ്തകം പോലെയുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികളായി തീരണമെന്ന് പറയാറുണ്ട്. ഞാൻ ഈ തുറന്ന പുസ്തകം എന്ന ഈ ഒരു ഫ്രേസ് ആദ്യമായിട്ടും ഇടയ്ക്കിടയ്ക്കും കേൾക്കുന്നത് എൻ്റെ ചാച്ചൻ പറയുമ്പോഴാണ്. ചാച്ചൻ ഇടയ്ക്കിടയ്ക്ക് സംസാരമധ്യമൊക്കെ പറയാറുണ്ട്, എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട് ചാച്ചൻ അങ്ങനെ പറയുമ്പോൾ. അത് നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിക്കുമ്പോഴാകട്ടെ, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ചാച്ചൻ പറയും, മോനറിയാലോ എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ്. ഞാൻ പറയും എപ്പോഴും അങ്ങനെ തന്നെ ആകണം. കാരണം പരസ്പരം പങ്കുവയ്ക്കുന്ന, എൻ്റെ ഭാര്യ അറിയാത്ത, എൻ്റെ മക്കൾ അറിയാത്ത ഒന്നും എനിക്കില്ല. തുറന്ന പുസ്തകത്തിലെ എഴുത്തുകൾ എല്ലാവർക്കും കാണാൻ പറ്റും, ഇല്ലേ? രഹസ്യങ്ങളില്ലാത്തവരായി ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാട് മുഴുവൻ രഹസ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കണമെന്നല്ല കേട്ടോ. എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും പറയുന്നത് പട്ടികളും കുട്ടികളുമാണെന്നാണ് പറയുന്നത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും പറയുന്നത് പട്ടികളും കുട്ടികളുമാണ്. വിവേകത്തോടുകൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത്. ഇപ്രകാരം ഇഴയടുപ്പമുള്ള ഒരു ബന്ധം വളർത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തിലൂടെ ഈശോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ ഓർക്കുക, ഒരു നല്ല സ്നേഹിതനോട് എന്നതുപോലെ ഈശോയുമായി എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു ബന്ധത്തിൽ ആഴപ്പെടാൻ ശിഷ്യന് കഴിയണം. അങ്ങനെ ജീവിതത്തിൽ ഈശോയുമായി സ്നേഹവും സൗഹൃദവും വളരുമ്പോൾ പരസ്പരമുള്ള സ്നേഹത്തിലും സൗഹൃദത്തിലും നമുക്ക് വളർച്ചയുണ്ടാകും എന്നും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. എല്ലാ ബന്ധങ്ങളും വളരണം കേട്ടോ. അതല്ലെങ്കിൽ വളരാതെയുള്ള ബന്ധങ്ങൾ ഒരിക്കൽ തകർന്നു പോകും. സ്റ്റാറ്റിക്കായിട്ട് ഒരു ബന്ധത്തിനും മുമ്പോട്ട് പോകാൻ പറ്റിയല്ല. അങ്ങനെ ഒരു മാറ്റവുമില്ലാതെ, ഒരു വളർച്ചയുമില്ലാത്ത ബന്ധങ്ങളാണ് വഴി പിരിയലുകളിലേക്ക് പോകുന്നത്. സ്നേഹബന്ധത്തിൽ വളർച്ചയുണ്ടാകട്ടെ, വെറൈറ്റികൾ ഉണ്ടാകണം. സൗഹൃദങ്ങൾ അപ്പോൾ മാത്രമേ ആഴപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു പങ്കാളിത്ത ജീവിതമാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. ജീവിത പങ്കാളികൾ പരസ്പരം പ്രതിനിധീകരിക്കുന്നവരാണ്. ഈശോയുടെ സാന്നിധ്യവും സ്നേഹവും മറ്റുള്ളവർക്ക് കൊടുക്കാനും ഈശോയുടെ ദൗത്യം ലോകത്തിൽ നിർവഹിക്കുവാനും കഴിയുമ്പോഴാണ് നീ ക്രിസ്തു ശിഷ്യനായിത്തീരുന്നത് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ. അതുകൊണ്ട് ഈശോയുമായി സ്നേഹബന്ധം സ്ഥാപിച്ച വ്യക്തികൾ അവരുടെ മിശിഹ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതും അവരെ മിശിഹായുടെ പക്കലേക്ക് കൊണ്ടുവരുന്നതും സുവിശേഷങ്ങളിൽ വിവരിക്കുന്ന അനേകം ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മിശിഹ അനുഭവം സ്വന്തമാക്കുക, സ്വന്തമാക്കിയ മിശിഹ അനുഭവം മറ്റുള്ളവർക്ക് സാക്ഷ്യത്തിനായി പങ്കുവയ്ക്കുന്നവരാകുക. ഈശോയുടെ ശിഷ്യത്വം സ്വീകരിച്ച ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഫിലിപ്പ്
എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നും ആണ് ഫിലിപ്പോസ് എന്ന മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഈശോയിലേക്കുള്ള ശിഷ്യത്വം സ്വീകരിച്ച ഫിലിപ്പ് തൻ്റെ കൂട്ടുകാരനായ നഥാനയേലിനെ ഈശോയുടെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 46-47 വാക്യങ്ങളിൽ നമ്മൾ ധ്യാനിച്ചതാണ്, മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്. അവിടെ ഈശോയുടെ സ്വയം വെളിപ്പെടുത്തൽ ലഭിച്ച ഫിലിപ്പോസ് നഥാനയേലിനെ കൂടെ ആ ബന്ധത്തിലേക്ക് വിളക്ക് ചേർക്കുകയാണ്, കൂട്ടിക്കൊണ്ടുവരികയാണ്, സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. മറ്റൊരു സാക്ഷ്യം പറഞ്ഞാൽ സമറിയാക്കാരി ഈശോയുടെ സ്വയം വെളിപ്പെടുത്തൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ അനുഭവം പങ്കുവെച്ച് തൻ്റെ പട്ടണവാസികളെ മുഴുവൻ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായി നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന മറ്റൊരു വചനഭാഗമാണ് സമറിയാക്കാരി സ്ത്രീയുടെ മിശിഹ അനുഭവം എന്ന് പറയുക. ഇപ്രകാരം ദൈവാനുഭവമുള്ളവരായി ജീവിക്കുക എന്നതും അത് മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, ബന്ധത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സാക്ഷ്യമായി പങ്കുവയ്ക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോയുമായി ജീവിത പങ്കാളിത്തം ലഭിക്കുവാൻ പ്രത്യേകം വിളിക്കപ്പെട്ടവർക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും ഈശോയുടെ പക്കലേക്ക് മറ്റുള്ളവരെ ആനയിക്കുവാനും കഴിയണമെന്ന് തിരുസഭാ മാതാവ് ഈ വചനങ്ങളിലൂടെ പ്രിയ സഹോദരങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കോൺസെൻട്രിക് സ്ട്രക്ചർ അനുസരിച്ച്, ഏക കേന്ദ്രീകൃത ഘടനയനുസരിച്ച് മനസ്സിലാക്കാൻ പോകുന്ന വചനഭാഗം 15-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യവും 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുമാണ്. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിൽ എടുക്കണം. 15-ാം അധ്യായം തുറക്കുക, എന്നിട്ട് 10-ാമത്തെ വാക്യം ആദ്യം നോക്കുക. വചനം ഇങ്ങനെയാണ്: എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കൂട്ടിച്ചേർക്കുന്നു 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്: ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഒരുവൻ തൻ്റെ സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. സഹോദരങ്ങളെ, സ്നേഹബന്ധങ്ങൾ വളരുന്നത് കൽപ്പനകൾ പാലിക്കുന്ന വിശ്വസ്തതയുള്ള മനുഷ്യരിലൂടെയാണ്. വിശ്വസ്തത വളരെ പ്രധാനമാണ്. സ്നേഹബന്ധത്തിന് നിയതമായ ഒരു രൂപമുണ്ട്. അതുകൊണ്ട് തന്നെയും ഫ്രീ ലൈസൻസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റിയല്ല. വ്യവസ്ഥകളോടുകൂടെയുള്ള സ്നേഹമാണ് ക്രിസ്തു ശിഷ്യന് ക്രിസ്തുവുമായുള്ളത്, ഭാര്യയ്ക്ക് ഭർത്താവുമായുള്ളത്, അതുപോലെ തന്നെ തിരിച്ചും. അതുകൊണ്ട് തന്നെയും കൽപ്പനകൾ പാലിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഈശോ പാലിക്കേണ്ട കൽപ്പന ഏതാണ് എന്നും സഹോദരങ്ങളെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് നമ്മൾ പാലിക്കേണ്ട കൽപ്പന അറിയാവോ നിങ്ങൾക്ക്? സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ് പാലിക്കേണ്ട കൽപ്പനയായി എഴുതി വച്ചിരിക്കുന്നു. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. കണ്ടോ? ഈശോ നൽകുന്ന കൽപ്പന ഇതാണ് കേട്ടോ. ഇതാണ് എൻ്റെ കൽപ്പന എന്ന് പറഞ്ഞ് ഈശോ കൃത്യതയോടുകൂടെ പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാ ഈശോ നമ്മളെ സ്നേഹിച്ചത്? അത് ആത്മസമർപ്പണത്തിൻ്റെ സ്നേഹമാണ്, കുരിശിലെ ബലിയാഗത്തിൻ്റെ സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത് സമർപ്പണമുണ്ട്. ഞാൻ നിങ്ങളെ കുരിശിൽ മരിക്കാൻ തക്കവിധം സ്നേഹിച്ചുവെങ്കിൽ നിങ്ങളും അപ്രകാരം തന്നെ പരസ്പരം സ്നേഹിക്കണമെന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്താണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗഭാക്കുകളാണെങ്കിൽ, അവൻ്റെ സ്നേഹത്തിൽ പങ്കുപറ്റുന്നവരാണെങ്കിൽ, ആത്മസമർപ്പണത്തിൻ്റെ, സ്വയം ദാനത്തിൻ്റെ, ത്യാഗപൂർണമായ സമർപ്പണത്തിൻ്റെ സ്നേഹമാണ് ഞാനും നിങ്ങളും അനുഷ്ഠിക്കേണ്ടത്. ഇത് സഭാത്മക ജീവിതത്തിലും
കുടുംബജീവിതത്തിലും സമൂഹങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്നേഹിക്കുന്നവരുടെ ഹിതത്തോടും മനസ്സിനോടുമുള്ള ഐക്യമാണ് യഥാർത്ഥ ഐക്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതമായിരുന്നു ഈശോയുടെ ഹിതം. അതുകൊണ്ട് തന്നെ ശിഷ്യൻ്റെയും ഹിതം അതുതന്നെയാകണമെന്ന് ഞാൻ പറയും. ദൈവപിതാവിൻ്റെ മനസ്സറിഞ്ഞ പുത്രനായ യേശു അവൻ്റെ ഹിതാനുസരണം ജീവിച്ചവനാണ്. മരണത്തിൽ, അതേ കുരിശു മരണം വരെ അവൻ പിതാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചവനാണ്. അതുകൊണ്ട് ക്രിസ്തു ശിഷ്യനും പിതാവായ ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞു ജീവിച്ച ഈശോയുടെ ഹിതം മനസ്സിലാക്കി ജീവിക്കുന്നവരാകുക. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ഫലം പുറപ്പെടുവിക്കുന്നു എന്നല്ലേ നമ്മൾ വായിക്കുന്നത്? പരസ്നേഹത്തിലൂടെയാണ് ഇത് പ്രാവർത്തികമാക്കേണ്ടത്. ഫലം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ അത് പരസ്നേഹ ചൈതന്യം ജീവിക്കുന്നതിലൂടെയാണ്. സ്നേഹമായിരിക്കണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്ര എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പരസ്പരം മത്സരിക്കുന്നവരോ തമ്മിലടിക്കുന്നവരോ ആകാതെ, കടിച്ചു കീറുന്നവരാകാതെ, ആശയപരമായ ഭിന്നതകൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എന്നാൽ പരസ്പരം സ്നേഹിക്കുന്നവരാകാൻ ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇതാകണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്ര. മറ്റു സമൂഹങ്ങളിൽ നിന്നും നമുക്കുണ്ടാകേണ്ട വ്യതിരക്തത എന്നുള്ളത് ഈ സ്നേഹമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. വ്യതിരിക്തമായ ഈ സ്നേഹത്തിലൂടെയാണ്, ക്രിസ്തുവുമായുള്ള നമ്മുടെ സ്നേഹത്തെ നമ്മൾ പ്രകടമാക്കേണ്ടത്. നമ്മുടെ സാഹോദര്യ ബന്ധത്തിലൂടെയാണ്, പരസ്നേഹത്തിലൂടെയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം മലിനജലമായിരിക്കുമെന്ന് പറയാറില്ലേ? ശരിയല്ലേ? അത് ഒഴുക്കുള്ള വെള്ളം എപ്പോഴും ഇങ്ങനെ നവീകരിക്കപ്പെട്ടുകൊണ്ട് മാറിക്കൊണ്ടേയിരിക്കും. അത് ശുദ്ധജലമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ദൈവസ്നേഹം കിട്ടി, ഞാൻ അനുഭവിച്ചറിഞ്ഞു, അത് എന്നിൽ തന്നെ തളച്ചിടപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കേണ്ടതാണ്. ദൈവസ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ് എന്ത്? പരസ്നേഹം എന്നുള്ളത്. അത് മറ്റുള്ളവർക്ക് കൊടുക്കലാണ്, ആത്മദാനമാണ്. സ്നേഹവും അനുസരണവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കൃത്യതയോടുകൂടെ യേശു കർത്താവ് എടുത്തു കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയും സ്നേഹവും അനുസരണവും തമ്മിലുള്ള ബന്ധം, പിതാവ് തൻ്റെ പുത്രനെ തൻ്റെ സ്നേഹത്തിൽ സ്വന്തമാക്കുന്നു. പുത്രൻ സ്വതന്ത്രമായും സന്തോഷത്തോടുകൂടിയും പിതാവ് തന്നിൽ നിന്നും ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തുകൊണ്ട് പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിബദ്ധത നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് പരസ്പര പൂരകമാണ് പിതൃപുതൃ ബന്ധം എന്ന് പറയുന്നത്. പിതാവിൻ്റെ കൽപ്പനകൾക്ക് വഴങ്ങുന്ന പുത്രൻ പിതാവിൻ്റെ സ്നേഹത്തിൽ വളരാൻ ആഗ്രഹിച്ചവനാണ്. അതുകൊണ്ടാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് യേശു കർത്താവിനെ ഈ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തിക്കൊണ്ട് 2 തവണയല്ലേ പിതാവായ ദൈവം പറഞ്ഞത്? ഒന്ന് അവൻ്റെ മാമോദീസ വേളയിലും, രണ്ടാമത് താബോർ മലയിലെ രൂപാന്തരീകരണ സമയത്തും ദൈവപിതാവിൻ്റെ സ്വരം നമ്മൾ കേൾക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. സഹോദരങ്ങൾ, ഇപ്രകാരം ഒരു പ്രതിബദ്ധതയുള്ള സ്നേഹബന്ധമാണ് ഞാനും നിങ്ങളും സ്വന്തമാക്കേണ്ടത്, വളർത്തേണ്ടത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് തന്നെയും ഈശോയുടെ തന്നെ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുന്നു. കണ്ടോ? ആർക്ക് പറയാൻ പറ്റും ഇങ്ങനെ? ഇതൊരു ക്രെഡിബിലിറ്റിയുടെ ഭാഗം കൂടിയാണ്, വിശ്വസ്തതയുടെ ഭാഗം കൂടിയാണ്. ഈശോ പറയുന്ന വാക്കുകൾ അവിടുന്ന് എന്നെ തന്നെ വിട്ടിരിക്കുകയല്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? പിതാവിനെക്കുറിച്ചാണ്. പിതാവ് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. എന്നിട്ട് കാരണം ഈശോ പറയാണ്, കാരണം ഞാൻ എപ്പോഴും പിതാവിന് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക്, ഒരു ഭർത്താവിന്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, അയൽപക്കക്കാർക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെ? ഞാൻ എൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞാൻ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന, എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന, എൻ്റെ അയൽപക്കക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, എൻ്റെ കൂടെയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ സാധിക്കും വിധം ഇഴയടുപ്പമുള്ള ബന്ധങ്ങൾ ഉണ്ടാകണം. അപ്രകാരമായിരിക്കും എന്താ ഗുണം എന്നറിയാവോ? ഈ വസ്തുത എല്ലാവരും അറിയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് 14-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നത്, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകമറിയണം. കണ്ടോ, ഇത് കേവലം എനിക്ക് മാത്രം അറിയേണ്ട ഒരു കാര്യമല്ല, ഇത് ലോകത്തെ മുഴുവൻ ഞാൻ അറിയിക്കാൻ പോവുകയാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാകണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്രകാരം പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് എന്ന സത്യം. ഇതാണ് യാഥാർത്ഥ്യമെന്ന് പറയുക. അതുകൊണ്ട് ഇതുപോലെ തന്നെ തൻ്റെ ശിഷ്യരും പ്രവർത്തിക്കണമെന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത്. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം അത് പരിശുദ്ധാത്മാവിലുള്ള ഐക്യമാണ്. ഈ ഐക്യത്തിൽ ജീവിക്കുന്നവരാകണം എല്ലാ മനുഷ്യരുമെന്ന് ക്രിസ്തു ശിഷ്യരെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. ഈ ഹിതാനുസരണം ജീവിക്കാനും ബന്ധത്തിൽ വളർച്ചയുള്ളവരാകാനും അതുവഴിയായി എന്നും എപ്പോഴും ചേർന്നു നിൽക്കുന്നവരാകാനും ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന പ്രിയ ദൈവ പൈതലേ നിൻ്റെ മനസ്സിലുണ്ടാകട്ടെ. അതുവഴിയായി ദൈവം മഹത്വപ്പെടട്ടെ. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയ സമാധാനമുണ്ടാകട്ടെ. ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.